കാസർഗോഡ് മണൽ മാഫിയയുമായി ബന്ധമുള്ള പോലീസുകാർക്കെതിരെ നടപടി. ബേക്കൽ മേൽപ്പറമ്പ് സ്റ്റേഷനിലെ 7 പോലീസുകാർ AR ക്യാമ്പിലേക്ക് മാറ്റി. ബേക്കൽ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയാണ് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത്. പോലീസുകാരുടെ മാഫിയ ബന്ധം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. ബൈജു, നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇത്തരം ചില ആരോപണങ്ങൾ, മണൽ മാഫിയയുമായി പോലീസുകാർക്കുള്ള ബന്ധം, അവരുടെ അനധികൃതമായ അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ, ഇടപെടലുകളൊക്കെ ഇപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണല്ലേ? തീർച്ചയായും രഞ്ജിത്തെ, കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയാറില്ലേ, അതാണ് മേൽപ്പറമ്പ് ബേക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ സംഭവിച്ചത്. ഇവിടെ രാത്രി മുതൽ പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ മണൽ മാഫിയയുടെ ആ ഒരു കടത്തൊക്കെ. അത് കഴിഞ്ഞ കുറേ നാളുകളായി പോലീസിന് വിവരം ലഭിക്കാറുണ്ടെങ്കിലും നമ്മൾ നിരന്തരം ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചന്ദ്രഗിരി പുഴ ആ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ വ്യാപകമായി മണലുറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. നിരവധി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പോലീസ് പെട്രോളും സ്പോട്ട് ലൈവും ഉൾപ്പെടെ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഇതിൽ പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടും ഇവരെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം, കൃത്യമായി വിവരങ്ങൾ ഇവർക്ക് ലഭിക്കുകയും അത് വഴിമാറിപ്പോയി അത്തരത്തിൽ ഇവർ നിർബാധം കടത്തു നടത്തുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഒടുവിലാണ് പിന്നീട് മനസ്സിലാകുന്നത് മേൽപ്പറമ്പിലും അതുപോലെ തന്നെ ബേക്കലിലെയും 7 പോലീസ് ഓഫീസർമാർ, അതായത് 2 ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള 7 പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ഇവർക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുകയായിരുന്നു. പ്രധാനമായും ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിയിലുള്ളത്, ഏതൊക്കെ ഇന്ന് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പെട്രോളിംഗ് ഉണ്ടാവും തുടങ്ങിയ വിവരങ്ങളെല്ലാം കൃത്യമായി ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരുന്നു ഈ സംഭവം. ഏതായാലും ഇത് ഏറ്റവും നിർണായകമായത് ഈ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു തലവൻ പോലീസിന്റെ പിടിയിലാകുകയും ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ നിന്നാണ് വാട്സാപ്പ് സന്ദേശങ്ങളായി ഇത്തരത്തിൽ നിരവധി തെളിവുകൾ പോലീസിന് ലഭിച്ചത്. അതോടുകൂടി ബേക്കൽ ഡിവൈഎസ്പി VV മനോജ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും പിന്നീട് ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ശുപാർശ നൽകിയുമായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. 7 ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും AR ക്യാമ്പിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നടപടിയുള്ളത്. ഇവർക്കെതിരെ കൂടുതൽ വകുപ്പ് തല നടപടി ഉൾപ്പെടെ ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വൈകാതെ തന്നെ ഉണ്ടാകും. നിലവിൽ ഇവരെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും മാറ്റിയിരിക്കുന്നു. 7 പേരെയും AR ക്യാമ്പിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. 2 ഡ്രൈവർമാരും മറ്റ് സിവിൽ പോലീസ് ഓഫീസർമാരുമാണ്. ഇവർ ഈ ഓരോ ഈ സമയത്തും പോലീസിലെ കൃത്യമായ രേഖകൾ, ഏത് സമയത്താണ് ഡ്യൂട്ടി എന്നൊക്കെ കൃത്യമായി ഇവർക്ക് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ മണൽ ലോറി പിടിക്കപ്പെടാൻ ഒരു തരത്തിലും കഴിയാത്ത രീതിയിൽ അവർ നിർബാധം ഈ കടത്ത് നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും താൽക്കാലികമായെങ്കിലും മണൽ മാഫിയ ഈ വഴിക്ക് പൂട്ടാൻ കഴിയുമെന്നൊരു പോലീസിന് ഒരു വിശ്വാസമുണ്ട്. പ്രധാനമായും രാത്രി കാലങ്ങളിലാണ് വ്യാപകമായി ചന്ദ്രഗിരി പുഴയോരത്ത് മൊഗ്രാൽ പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ മണൽ കടത്ത് നടക്കുന്നത്. ഇവരുടെ വള്ളങ്ങളും ഇവർക്ക് പ്രത്യേക വഴിയൊക്കെ ഉണ്ടാകും. അത് വഴി അടച്ചും വള്ളങ്ങൾ തകർത്തും ഒക്കെ പോലീസ് നിരവധി തവണ ഈ മണൽ മാഫിയക്ക് എതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവരെ പിടികൂടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കർശന നടപടികളിലേക്ക് നീങ്ങിയത്. എന്തായാലും ഇനിയെങ്കിലും ഈ മണൽ മാഫിയ സംഘങ്ങളെ പൂട്ടാനാകും എന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാത്രി പുലരോളം പോലീസിന്റെ കാവലുണ്ടായിരുന്നു. അപ്പോഴൊന്നും പോലീസിന് ഇവരെ പിടിക്കപ്പെടാൻ കഴിയാറില്ല. കൃത്യമായ വിവരം ഇവർക്ക് മണൽ വണ്ടി വരുന്നു എന്ന് അറിഞ്ഞിട്ടും ആ ഭാഗത്ത് പരിശോധന നടത്തുമ്പോഴേക്കും ഇവർ മറ്റൊരു റൂട്ടിലൂടെ പോകുന്ന സാഹചര്യമാണ്. ഇത് വലിയ സംശയത്തിനിടയാക്കി. ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണൽ കടത്ത് സംഘ തലവൻ തന്നെ പിടിയിലാകുകയും അയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് അതിൽ നിന്ന് കൃത്യമായ രേഖകൾ പോലീസിന് കണ്ടെത്താനായത്. ആ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നതും 7 പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും AR ക്യാമ്പിലേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. അവരെ മാറ്റിയിരിക്കുന്നു. രഞ്ജിത്ത്, ഈ 7 പേർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് മാത്രം ഈ പ്രദേശത്തെ മണൽ മാഫിയ ബന്ധം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കണോ? കാരണം ബേക്കൽ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടുണ്ട്. ഇതിൽ കൂടുതൽ പോലീസുകാരെ സൂചിപ്പിച്ചിട്ടുണ്ടോ, അതോ ഇത് പ്രാഥമിക നടപടിയായി മാത്രം ഇതിനെ കണ്ടാൽ മതിയോ ബൈജു? തീർച്ചയായും ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 7, 8, 9, 10 പോലീസുകാരെ മാത്രം ഒതുങ്ങുന്നതിൽ അത്രത്തോളം വലിയ നെറ്റ്വർക്കാണ് ഈ മണൽ മാഫിയക്കുള്ളത്. നമുക്കറിയാം, വളപട്ടണം പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത്. അവിടെ SHO ഉൾപ്പെടെയുള്ളവരെ, ആ സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും എതിരെയും നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം, അവരെല്ലാം അവിടെ നിന്ന് സ്ഥലം മാറ്റുന്ന സാഹചര്യം, അത് വലിയ ചർച്ചയായതാണ് ആ കേസ്. അതിനുശേഷമാണ് ഇപ്പോൾ ബേക്കൽ മേൽപ്പറമ്പ് 2 പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള
ഒരു സംഭവം വരുന്നത്. ഇതിൽ തെളിവ് കൃത്യമായി ലഭിച്ച 7 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ പേർക്ക് ഇതിൽ ഇത്തരത്തിൽ മണൽ മാഫിയുമായി ബന്ധമുണ്ടോ ആ കാര്യമൊക്കെ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഉന്നതതലത്തിൽ നടക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് ഈ പരാതി ലഭിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഡിവൈഎസ്പിയുടെ കൃത്യമായ റിപ്പോർട്ടുണ്ട്. ഏതായാലും നിലവിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 7 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. കൂടുതൽ പോലീസുകാർക്ക് ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റ് പല പോലീസ് സ്റ്റേഷനുകളും, അതായത് മഞ്ചേശ്വരം, കുമ്പള തുടങ്ങിയ പല ഭാഗങ്ങളിലും മണൽക്കടത്ത് വ്യാപകമാണ്. ഈ പ്രദേശങ്ങളിൽ രാത്രി തുടങ്ങിയാൽ പുലരുവോളം ഈ മണൽക്കടത്ത് നിർബാധം ഈ പുഴകളിൽ നിന്നൊക്കെ വ്യാപകമായി ഊറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ വള്ളങ്ങളും അതുപോലെ തന്നെ ഈ എഞ്ചിനുകളും ഒക്കെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴൊന്നും ഈ പ്രതികളെ ഒന്നും പിടികൂടാൻ സാധിക്കില്ല. കാരണം ഇവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ ഇനി ചെറിയ തോതിലെങ്കിലും ഒരു ഭയം ഈ മണൽക്കടത്തുകാർക്ക് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷിതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. എന്തായാലും കൂടുതൽ പേർ ഇത്തരത്തിൽ ഈ മണൽ മാഫിയുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ, അവരിൽ നിന്ന് പണം ആനുകൂല്യം മറ്റും വാങ്ങുന്നുണ്ടോ, അതൊക്കെ പോലീസ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രാഥമികമായാണ് ഇപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 7 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും കാസർഗോഡ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം. അതിൽ 7 പോലീസുകാർ മണൽ മാഫിയയുമായുള്ള അവിശുദ്ധ ബന്ധം, കൂട്ടുകെട്ടുകളൊക്കെ ഈ മേഖലയിൽ കൂടുതലാണ്. അവിടെ 7 പോലീസുകാരെ, ബേക്കൽ, മേൽപ്പറമ്പ് സ്റ്റേഷനുകളിലെ 7 പോലീസുകാരെ എയർ ക്യാമ്പിലേക്ക് മാറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡിവൈഎസ്പി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകി. തുടർന്നാണ് പോലീസ് മേധാവി ഇതിൽ നടപടിയെടുത്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ബൈജു, മറ്റൊരു കാര്യം കൂടി, ഇത് കാലങ്ങളായി നടന്നു വരുന്ന ഒരു സംഭവമാണോ എന്നുള്ളതാണ്. ഈ 7 പേരെ നടപടിയെടുക്കുന്നു. മറ്റുള്ള ആളുകൾ, ഒരുപക്ഷെ ഉന്നതരായ ആളുകൾക്കൊക്കെ ഇതിൽ ബന്ധമുണ്ടാകാം. ഇതുകൊണ്ട് മാത്രം നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രശ്നം അവസാനിക്കണം എന്നില്ല. അപ്പോൾ സമഗ്രമായ അന്വേഷണം വേണ്ടിവരും. ജില്ലയിലെ മറ്റു പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള നടപടികൾ ഉണ്ടാവേണ്ടി വരും. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് കടക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രഞ്ജിത്തെ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരം വാർത്തകൾ വരുമ്പോൾ വലിയ വിമർശനം ഉണ്ടാകാറുള്ളത് നിർമ്മാണ മേഖലയിലേക്കുള്ള ആവശ്യത്തിനല്ലേ ഇത്തരം മണൽ ഒക്കെ കടത്തുന്നത്, അതിനെന്തിനാണ് പോലീസ് പിടിക്കപ്പെടുന്നത്? അതിന്റെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ നിയമപരമായി മണൽ എടുക്കാനും മറ്റും ഒരുപാട് കടവുകളുണ്ട്. അവിടെ നിന്നുമൊക്കെ മണൽ വ്യാപകമായി കടത്തുന്നുമുണ്ട്. ഈ നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള മണലൊക്കെ അവിടെ നിന്ന് ലഭിക്കുന്നുമുണ്ട്. അതിന് പുറമെ ഇത്തരത്തിൽ വലിയ തോതിൽ മണൽ കടത്തുന്ന നടത്തി വലിയ വില നൽകി വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് പലർക്കും ഉണ്ടാകുന്നത്. ഈ നിയമപരമായി ഉണ്ടാകുന്ന കടവുകളിൽ നിന്നും മണൽ പുറത്ത് കൊടുക്കുന്നത് അവർ കുറച്ച് ഇത്തരം അനധികൃതമായി കടത്തുന്ന മണൽ വാങ്ങേണ്ട ഒരു അവസ്ഥ സൃഷ്ടിക്കുകയും വലിയ വില ഈടാക്കിയുമാണ് ഇത്തരം മണൽക്കടത്ത് സംഘങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവർ അതിസമ്പന്നന്മാരാവുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കടത്ത് തടയാൻ നാട്ടുകാരുടെ നേതൃത്വത്തിലും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ നിർമ്മാണ മേഖലയെ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കല്ല. ഇത് വലിയ വിലയ്ക്ക് കൊള്ള ലാഭത്തിന് കൊടുക്കുകയും ഇതുപോലെ തന്നെ പോലീസുകാരെയും മറ്റും ഉദ്യോഗസ്ഥരെയും ഒക്കെ ഇടനിലക്കാരാക്കിയുമാണ് ഇവരുടെ പ്രവർത്തനം. അത് വലിയ വില നൽകി വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഓരോ ആളുകൾക്കുള്ളത്. നിയമപരമായുള്ള മണൽ ലഭിക്കുന്നത് വളരെ കുറവായി മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് മനഃപൂർവ്വം അത്തരത്തിൽ ഒരു സാഹചര്യം സൃഷ്ടിച്ച് വലിയ വിലയ്ക്ക് ഇവരിൽ നിന്നും മണൽ വാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് പറയുന്നതും പോലീസ് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ശ്രദ്ധ ചെലുത്തുന്നത്. പക്ഷേ അപ്പോഴും ഈ ഒറ്റുകാര് ഇവരുടെ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്ന പോലെ ഒറ്റുകാർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഇവരെ പിടിക്കപ്പെടാനോ അതുമാത്രമല്ല മണൽ കണ്ടെത്താനോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. അത് തന്നെയാണ് ഇതിൽ ഒരു ചെറിയ തോതിലെങ്കിലും ഇവർക്ക് ഒരു ഭയം ഇതിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. ഇവരുടെ ഫോൺ കോളുകൾ, സംശയമുള്ള ഉദ്യോഗസ്ഥരുടെ ഫോൺ കോളുകളൊക്കെ പരിശോധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞത്. കൂടുതൽ പേരെ ഇത്തരത്തിൽ എതിരെ നടപടി ഉണ്ടാകും. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പോലീസ് സ്റ്റേഷന്റെ മുഴുവൻ ആളുകളും SHO ഉൾപ്പെടെ മുഴുവൻ ആളുകളും മണൽ മാഫിയക്ക് ഒത്താശ നൽകുക, അതിൽ അവർ പിടിക്കപ്പെടുക, അതിനുശേഷം ഇവർക്കൊരു സ്ഥലം മാറ്റം മാത്രമാണ് ഇവർക്കുണ്ടാകുന്ന ആകെയുള്ള നടപടി. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ആളുകൾ വർഷങ്ങളോളമായി ഇവർ എത്രത്തോളം ഇത്ര പണമായിരിക്കും ഇവരുടെ നിന്നും ഇത്ര ആനുകൂല്യമായിരിക്കും ഇവരിൽ നിന്നും കൈപ്പറ്റിയിരുന്നെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അത്രത്തോളം വലിയ നെറ്റ്വർക്കാണ് ഈ മണൽ മാഫിയ. ഒരുപക്ഷെ ഗുണ്ടായിസം പോലും ഉണ്ടാകാറുണ്ട്. ബൈജു ആണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. വലിയ നെറ്റ്വർക്കാണ് മണൽ മാഫിയ. പോലീസുകാരുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ഇപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്.